വീട്ടുജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ആ മേശയൊന്ന് വൃത്തിയാക്കൂ, ആ തറയൊന്ന് തുടയ്ക്കൂ, ആ സാധനങ്ങളൊന്ന് എടുത്തു വെക്കൂ എന്നിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും ഇനി ഇംഗ്ലീഷ് പഠിക്കാം ഈ ഒരു സീരീസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലീനിങ് ഇംഗ്ലീഷാണ്. വീട്ടിൽ ക്ലീനിങ് ചെയ്യുമ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഡേ 7 ആണ്. 1 to 6 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങല്ലേ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ലെറ്റ് സ്റ്റാർട്ട് ക്ലീനിങ്. നമുക്ക് ക്ലീനിങ് തുടങ്ങാം അല്ലേ? ലെറ്റ് സ്റ്റാർട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്ലീനിങ് തുടങ്ങാം അല്ലേ? അപ്പോൾ എന്താണ് പറയേണ്ടത്? ലെറ്റ് സ്റ്റാർട്ട് ക്ലീനിങ് അല്ലേ? ലെറ്റ് സ്റ്റാർട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് തുടങ്ങാം. നമുക്ക് വീട് വൃത്തിയാക്കാനായിട്ട് തുടങ്ങാം അല്ലേ? ലെറ്റ് സ്റ്റാർട്ട് ക്ലീനിങ്. നമുക്ക് വൃത്തിയാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ അല്ലേ? ആദ്യം മുറി വൃത്തിയാക്കാം. നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് എന്താണ്? ആദ്യം ഈ റൂം ഒന്ന് വൃത്തിയാക്കി തുടങ്ങാം അല്ലേ? ഈ റൂമിൽ നിന്ന് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഈ റൂം വൃത്തിയാക്കും അല്ലെങ്കിൽ ആദ്യം ഈ മുറി വൃത്തിയാക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെറ്റ്സ് ക്ലീൻ ദ റൂം ഫസ്റ്റ് അല്ലേ? അപ്പോൾ എന്താണ്? ഈ റൂം ആദ്യം വൃത്തിയാക്കാം. ഓക്കെ, എങ്ങനെ പറയണ്ടേ? ലെറ്റ്സ് ക്ലീൻ ദ റൂം ഫസ്റ്റ് അല്ലേ? ആദ്യം റൂം വൃത്തിയാക്കാം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കിച്ചൺ ആയാലും അല്ലെങ്കിൽ പിന്നെ സിറ്റ് ഔട്ട് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മതി അല്ലേ? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് റൂം വൃത്തിയാക്കാം എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണത് പറയേണ്ടത്? ലെറ്റ്സ് ക്ലീൻ ദ റൂം ഫസ്റ്റ് അല്ലേ? അപ്പം എന്താണ്? ആദ്യം തന്നെ നമുക്ക് റൂം വൃത്തിയാക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഈ സ്ഥലം വൃത്തിയാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയാം? ഐ നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ് അല്ലേ? നമുക്ക് ഈ സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥലം വൃത്തിയാക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ് അല്ലേ? ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കണം അല്ലേ? എനിക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഐ നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ് എന്ന് പറയും. ഇനി നമുക്ക് ആദ്യം ഇപ്പോൾ 2-3 പേര് ഒരുമിച്ചാണ് ക്ലീൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിലപ്പോൾ പറയും എന്താണ്? നമുക്ക് ഈ സ്ഥലം ആദ്യം വൃത്തിയാക്കാം കേട്ടോ, നമുക്ക് ഈ സ്ഥലം വൃത്തിയാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ എങ്ങനെ പറയും? വി നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ് അല്ലേ? ഈ ഒരു സ്ഥലം വി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറയും അല്ലേ? വി നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ്. നമുക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഐ നീഡ് ടു ക്ലീൻ ദിസ് പ്ലേസ്. എനിക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? എനിക്ക് എന്ന് പറയുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ? എനിക്ക് എന്ന് പറയുമ്പോൾ ഐ ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വി ആണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? എനിക്ക് വീട് വൃത്തിയാക്കണം. എനിക്ക് എനിക്ക് വീട് വൃത്തിയാക്കണം. ഇവിടെ ആകെ അലങ്കോലമായി കിടക്കുകയാണല്ലേ? എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. എനിക്കിവിടെ വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഐ നീഡ് ടു ഐ നീഡ് ടു ക്ലീൻ ദിസ് ഹൗസ് അല്ലേ? എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. ഐ നീഡ് ടു ക്ലീൻ ദിസ് ഹൗസ് എന്ന് പറയുമ്പോൾ എനിക്ക് വീട് വൃത്തിയാക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ വീട് വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലേ? എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം എന്ന് പറയും. അപ്പോൾ എങ്ങനെ എനിക്ക് വീടൊന്ന് വൃത്തിയാക്കണം എന്നുള്ളതിന് എന്ത് പറയും? ഐ നീഡ് ടു ക്ലീൻ ദിസ് ഹൗസ് അല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദിസ് ഹൗസ്. എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. ഓക്കെ അല്ലേ? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട് അല്ലേ? ഇവിടെ ആകെ പൊടിയാണ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചില റൂമിൽ ചില ദിവസം എന്താണ്, ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വീട് വൃത്തിയാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ ചില ഏരിയ നമുക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്നതാണ്, ഇവിടെ ഒരുപാട് പൊടിയുണ്ട് അല്ലേ? ഇവിടെ നിറയെ പൊടിയാണ് അല്ലെങ്കിൽ ഇവിടെ നിറയെ എന്താണ് അഴുക്ക് പിടിച്ച് കിടക്കുകയാണെന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അറിയുക ഇവിടെ ഒരുപാട് പൊടിയുണ്ട് എന്നുള്ളതിന് എന്താ പറയുക? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ അല്ലേ? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. ഡസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊടിയുണ്ട് എന്നുള്ളത് അല്ലേ? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. അപ്പോൾ എന്താണ്? ഐ നീഡ് ടു ക്ലീൻ ദിസ് ഹൗസ് അല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദ ഹൗസ്. എനിക്ക് ഈ ഒരു വീട് വൃത്തിയാക്കേണ്ടതുണ്ട്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഐ നീഡ് ടു ക്ലീൻ ദി ഹൗസ് അല്ലേ? എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. എന്താണ്? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ അല്ലേ? ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഐ നീഡ് ടു ക്ലീൻ ദ ഹൗസ് അല്ലേ? എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? ദർ ഇസ് ഡസ്റ്റ് എവരിവെയർ. എല്ലായിടത്തും പൊടിയാണ് അല്ലേ? ഇവിടെ നോക്കിയാൽ അവിടെയൊക്കെ എന്താണ്? പൊടിയാണ്. ദർ ഇസ് ഡസ്റ്റ് എവരിവെയർ. ദർ ഇസ് ഡസ്റ്റ് എവരിവെയർ അല്ലേ? എല്ലായിടത്തും. ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പൊടിയാണ്, അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ പൊടിയാണ്, അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നോക്കുന്നിടത്ത് എല്ലായിടത്തും എന്താണ്? പൊടിയാണ് അല്ലേ? ദർ ഇസ് ഡസ്റ്റ് എവരിവെയർ. എല്ലായിടത്തും പൊടിയാണ്. എങ്ങനെ പറയാം? ദർ ഇസ് ഡസ്റ്റ് എവരിവെയർ അല്ലേ? എല്ലായിടത്തും പൊടിയാണ്. സോ ഐ നീഡ് ടു
ക്ലീൻ ദി ഹൗസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? ഐ നീഡ് ടു സ്വീപ്പ് ദ ഫ്ലോർ, എനിക്ക് ഈ തറയൊന്ന് അടിച്ചു വാരണം അല്ലേ. അടിച്ചു വാരുക, സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടിച്ചു വാരുക എന്നുള്ളത് അല്ലേ. നമ്മളൊക്കെ വീട് അടിച്ചു വാരാറുണ്ടാവുമല്ലോ അല്ലേ, വീടായാലും മുറ്റായാലും ഒക്കെ അടിച്ചു വാരല്ലേ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ്, എനിക്ക് ഫ്ലോർ അല്ലേ, ഐ നീഡ് ടു സ്വീപ്പ് ദ ഫ്ലോർ അല്ലേ, എനിക്ക് ഫ്ലോർ ഒന്ന് അടിച്ചു വാരണം, അങ്ങനെ പറയാറില്ലേ. ഇനി മുറ്റത്തിനാണെങ്കിലോ ഐ നീഡ് ടു സ്വീപ്പ് ദ കോർട്ട്യാർഡ് അല്ലേ, എനിക്ക് മുറ്റൊന്ന് അടിച്ചു വാരണം എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഐ നീഡ് ടു സ്വീപ്പ് ദ ഫ്ലോർ, എനിക്ക് ഫ്ലോർ ഒന്ന് അടിച്ചു വാരണം എന്നുള്ളത്. കിട്ടിയില്ലേ? ഇനി നമ്മൾ മറ്റാരോടെങ്കിലും പറയില്ല എന്താണ്, സ്വീപ്പ് ദ ഫ്ലോർ പ്ലീസ്, എന്താണ് ആ തറയൊന്ന് അടിച്ചു വാരി കേട്ടോ, എന്താണ് ആ ചൂലെടുത്ത് ആ തറയൊന്ന് അടിച്ചു വാരി. എങ്ങനെ പറയാ, സ്വീപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, സ്വീപ്പ് ദ ഫ്ലോർ പ്ലീസ്, അവിടെ ഒന്ന് അടിച്ചു വാരില്ലേ. ആ പിന്നെന്താണ്, തറയൊന്ന് അടിച്ചു വാരി. എങ്ങനെയാണ് തറ ഒന്ന് അടിച്ചു വാരി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു വാരി എന്നുള്ളത് പറയാം. എങ്ങനെയാണ് പറയാം, സ്വീപ്പ് ദ ഫ്ലോർ ആണെങ്കിൽ എന്താണ്, സ്വീപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, ആ തറയൊന്ന് അടിച്ചു വാരൂ എന്ന് പറയും അല്ലേ. ഇനി ആ മുറ്റൊന്ന് അടിച്ചു വാരുക എന്നുള്ളെങ്കിൽ എങ്ങനെ പറയാം, സ്വീപ്പ് ദ കോർട്ട്യാർഡ് പ്ലീസ് അല്ലേ, സ്വീപ്പ് ദ കോർട്ട്യാർഡ് പ്ലീസ്. ഇനി ആ മുറ്റൊന്ന് അടിച്ചു വാരുക എന്നാണെങ്കിലോ, സ്വീപ്പ് ദ കോർട്ട്യാർഡ് പ്ലീസ് അല്ലേ, ആ മുറ്റൊന്ന് അടിച്ചു വാര്. ഇനി തറയൊന്ന് അടിച്ചു വാരുകയാണെന്ന് എന്ന് പറയുകയാണെങ്കിലോ, സ്വീപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, ആ തറയൊന്ന് അടിച്ചു വാരി കേട്ടോ, ഒന്ന് അടിച്ചു വാരി അല്ലേ, പ്ലീസ് അല്ലേ, എന്താണ് പ്ലീസ് സ്വീപ്പ് ദ ഫ്ലോർ അല്ലേ, ആ തറ ഒന്ന് അടിച്ചു വാരി, അങ്ങനെ പറയാറുണ്ട് അല്ലേ. ഇനി സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി, എന്താണ് നന്നായി അടിച്ചു വാരണം അല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളൊക്കെയാണ് അടിച്ചു വാരുന്നതെന്നുണ്ടെങ്കിൽ അമ്മമാർ പറയും എന്താണ്, വെറുതെ ഇങ്ങനെ തോണ്ടി വെച്ച് പോയാൽ പോരട്ടോ, അവിടെയൊക്കെ നന്നായിട്ട് അടിച്ചു വാരണം എന്ന് പറയും അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി അല്ലേ, നല്ല എന്താണ് നല്ല വൃത്തിയിൽ അടിച്ചു വാരണം എന്നുള്ള അല്ലേ, ക്ലിയർ ആയിട്ട് അടിച്ചു വാരണം കേട്ടോ. ഇനി എന്താണ്, അടിച്ചു വാരി പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ ചപ്പൊന്നും കിടക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊടിയൊന്നും കിടക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി അല്ലേ, എന്താണ് വൃത്തിയായിട്ട് അടിച്ചു വാരൂ എന്ന് പറയാം. അപ്പോൾ വൃത്തിയായിട്ട് അടിച്ചു വാരണം എന്നുള്ളതിന് എന്താ പറയാം, സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി അല്ലേ, എന്താണ് വൃത്തിയായിട്ട് അടിച്ചു വാരണം എന്നുള്ളത്. ദർ ഈസ് ഡസ്റ്റ് ഇൻ ദ കോർണേഴ്സ് അല്ലേ, എന്താണ് ആ മുക്കിലും മൂലയിലൊക്കെ എന്താണ് പൊടിയുണ്ട് അല്ലേ. ദർ ഈസ് ഡസ്റ്റ് ഇൻ ദ കോർണേഴ്സ് അല്ലേ, മൂലകളിലൊക്കെ എന്താണ് പൊടിയുണ്ട്. സോ എന്ത് ചെയ്യണം, സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി അല്ലേ, നന്നായിട്ട് അടിച്ചു വാരണം, ക്ലിയർ ആയിട്ട് അടിച്ചു വാരണം എന്ന് പറയല്ലേ. അപ്പോൾ ആ മുക്കിലൊക്കെ പൊടി ഉണ്ട് എന്നുള്ളത് എങ്ങനെ പറയാണ്, ദർ ഇസ് ഡസ്റ്റ് ഇൻ ദ കോർണർ അല്ലേ, ആ മൂലയിലൊക്കെ പൊടിയുണ്ട് അല്ലേ. ഇപ്പം ആ മൂലയിൽ പൊടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ദർ ഇസ് ഡസ്റ്റ് ഇൻ ദ കോർണർ, അല്ലെങ്കിൽ എന്താണ് ദർ ഇസ് ഡസ്റ്റ് ഇൻ ദ കോർണർ അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കോർണർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇങ്ങനെ റൂമിൻ്റെ ഒക്കെ മൂലകളിനെയാണ് പറയുക കോർണർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ദർ ഇസ് ഡസ്റ്റ് ഇൻ ദ കോർണർ എന്ന് പറഞ്ഞാൽ ആ മൂലയിൽ പൊടിയുണ്ട്, അല്ലെങ്കിൽ ആ മുക്കിൽ പൊടിയുണ്ട്, അല്ലെങ്കിൽ ഈ മുക്കിൽ പൊടിയുണ്ട്, അവിടെയൊക്കെ പൊടിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, സ്വീപ്പ് ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ അടിച്ചു വാരുക എന്നുള്ളതിന് പറയുന്ന വേർഡാണ് ഇത് സ്വീപ്പ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അടിച്ചു വാരൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, സ്വീപ്പ് അല്ലേ, സ്വീപ്പ് എന്നാണ് പറയേണ്ടത്, അടിച്ചു വാരുക എന്നുള്ളത്. ഓക്കെ അല്ലേ. സ്വീപ്പ് എവേ ദിസ് ഡസ്റ്റ് അല്ലേ, ഈ പൊടി ഒന്ന് അടിച്ചു മാറ്റുമോ, ഇവിടെ കുറച്ച് പൊടി കിടക്കുന്നുണ്ട് അല്ലേ, ഈ പൊടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റുമോ. അപ്പോൾ എന്താ പറയുക, സ്വീപ്പ് എവേ ദിസ് ഡസ്റ്റ് അല്ലേ, ഇവിടെ നിന്ന് ഈ പൊടി ഒന്ന് അടിച്ചു മാറ്റൂ എന്ന് പറയുന്നത് എന്താണ്, സ്വീപ്പ് എവേ ദിസ് ഡസ്റ്റ് അല്ലേ, ഈ പൊടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റിട്ടോ. എങ്ങനെ പറയാ, സ്വീപ്പ് എവേ ദിസ് ഡസ്റ്റ് അല്ലേ, നമ്മൾ പറയുന്നതിനനുസരിച്ച് ടോണൊക്കെ മാറും അല്ലേ. എന്താണ്, ഈ പൊടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റില്ലേ, അല്ലെങ്കിൽ എന്താണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടായാലും അങ്ങനെയും പറയാല്ലേ, നമുക്ക് ഏത് രീതിയിൽ വേണേലും പറയാം. നമ്മൾ അമ്മമാരാണ് പറയുന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് നല്ല ഷൗട്ട് ചെയ്തിട്ടൊക്കെ പറയല്ലേ. അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് പറയാം. എന്താണ് പറയേണ്ടത്, എന്താണ് സ്വീപ്പ് എവേ ഡസ്റ്റ് അല്ലേ, ഈ ഡസ്റ്റ് ഈ പൊടി ഇവിടെ നിന്ന് മാറ്റൂ എന്ന് പറയും. സ്വീപ്പ് എവേ ദിസ് ഡസ്റ്റ്, ആ ഡസ്റ്റ് ഒന്ന് അടിച്ചു മാറ്റി കളയൂ. ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ സ്വീപ്പിംഗ് അല്ലേ, ഈ തറ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് തുടയ്ക്കാനായിട്ട് അല്ലേ. തുടയ്ക്കുക എന്നുള്ളതിന് എന്താ പറയുക, മോപ്പ് എന്നുള്ളതാണ് കേട്ടോ. ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ സ്വീപ്പിംഗ് അല്ലേ, അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ നിന്ന് തുടയ്ക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അടിച്ചു വാരി കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എങ്ങനെ പറയാം, ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ സ്വീപ്പിംഗ് അല്ലേ. ഇനി അടിച്ചു വാരാതെ ആരെങ്കിലും തുടയ്ക്കുമോ, ഇല്ലല്ലോ, പൊടിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുടയ്ക്കാറുള്ളത്. അപ്പോൾ അതിനാണ് പറയുക. അപ്പോൾ എങ്ങനെ പറയേണ്ടത്, ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ സ്വീപ്പിംഗ് അല്ലേ, അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് ഒന്ന് തുടച്ചു വൃത്തിയാക്കണം, അല്ലെങ്കിൽ തുടച്ചു വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറയല്ലേ. ഓക്കെ അല്ലേ. ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ, എനിക്ക് തറ തുടയ്ക്കണം അല്ലേ. മോപ്പ് ദ ഫ്ലോർ പ്ലീസ്, ഈ തറ ഒന്ന് തുടയ്ക്കോ അല്ലേ, ആരോടെങ്കിലും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ മക്കളോടാണെങ്കിൽ എന്താ പറയുക, അവർ വിളിച്ചുകൊണ്ട് നമുക്ക് പറയാം അല്ലേ, എന്താണ് മോപ്പ് ദ മോപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, ആ തറ ഒന്ന് തുടയ്ക്കൂ അല്ലേ, ഒന്ന് തുടയ്ച്ചോണ്ടോ, ഒന്ന് തുടയ്ക്കോ, ഒന്ന് സഹായിക്കുക അല്ലേ, ഒന്ന് തുടയ്ക്കുക എന്നൊക്കെ എങ്ങനെ പറയും, മോപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, ആ തറയൊന്ന്
തുടച്ചതായോ അല്ലേ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, വേറെ ഒരുപാട് പണികൾ ഇവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ തറ ഒന്ന് തുടച്ചു തരൂ എന്ന് എങ്ങനെ പറയാം? മോപ്പ് ദ ഫ്ലോർ പ്ലീസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ബ്രിങ് സം വാട്ടർ എന്താണ്? കുറച്ച് വെള്ളം കൊണ്ടുവരൂ അല്ലേ? എന്താണ് കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്നുള്ളതിന് എന്താ പറയുക? ബ്രിങ് സം വാട്ടർ അല്ലേ? എന്തിനാണ് വെള്ളം കൊണ്ടുവരുന്നത്? എന്തിനാണ്? നമ്മളിപ്പോൾ ക്ലീനിങ് ആണല്ലോ ചെയ്യണത്. അപ്പോൾ ബ്രിങ് സം വാട്ടർ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്താണ്? ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ അല്ല, എന്താണ്? എനിക്ക് ഈ തറയൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യണം? ബ്രിങ് സം വാട്ടർ അല്ലേ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ചിലപ്പോൾ നമ്മൾ മോപ്പൊക്കെ നമ്മൾ തുടപ്പൊക്കെ എടുത്തിട്ട് എന്താണ് തുടയ്ക്കാൻ റെഡി ആയിരിക്കും. നമ്മുടെ കൂടെ പണി ചെയ്യാനായിട്ട് വേറെ ഒരുപാട് ആളുടെ ആവശ്യം വരും അല്ലേ? എന്താണ്? വെള്ളം കൊണ്ടുത്തരാൻ ഒരു ആൾ വേണ്ടി വരും. ഇനി എന്താണ്? അത് പിഴിഞ്ഞ് തുടയ്ക്കാനായിട്ട് ഒരാൾ, അങ്ങനെ എന്തിനും. ഇനി തുടയ്ക്കുന്ന സമയത്ത് അവിടെ പൊടി ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് അടിച്ചു വാരിട്ടോ, അല്ലെങ്കിൽ ഈ പൊടി ഒന്ന് തട്ടിക്കളയിട്ടോ, അങ്ങനെ പലതിനും പല ആളുകളും വേണ്ടി വരും അല്ലേ ചില സമയത്ത്. എന്നാലും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ബ്രിങ് സം വാട്ടർ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്തിനാണ്? ഐ നീഡ് ടു മോപ്പ് ദ ഫ്ലോർ അല്ലേ, എനിക്ക് ഈ തറയൊന്ന് തുടച്ച് വൃത്തിയാക്കണം, അതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രിങ് സം വാട്ടർ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ഇനി എന്താണ്? വെള്ളം കൊണ്ടുവന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും എന്താണ്? മോപ്പ് ദ ഫ്ലോർ പ്ലീസ് അല്ലേ, ഇതൊന്ന് തുടച്ചോ, എന്തായാലും വെള്ളമൊക്കെ കൊണ്ട് തന്നില്ലേ, ഇനി എന്താണ്? മോപ്പ് ദ ഫ്ലോർ പ്ലീസ്, ഈ തറയൊന്ന് തുടച്ച് വൃത്തിയാക്കി തരൂ അല്ലേ, തറയൊന്ന് തുടയ്ക്കൂ, അങ്ങനെയും പറയും അല്ലേ? നമ്മളൊരാളോട് പണിയെടുക്കാൻ പറയും, പിന്നെന്താണ്? നമ്മളിന് മടി പിടിച്ചിട്ട് എന്താണ്? എല്ലാ പണിയും നമ്മൾ ചെന്ന് ചെയ്തരുമോ, ഒന്ന് ചെയ്തരുമോ എന്ന് പറഞ്ഞുകൊണ്ടും ഇരിക്കും അല്ലേ? ഇനി വാഷ് ദ മോപ്പ് അല്ലേ, എന്താണ്? ആ മോപ്പ് ഒന്ന് കഴുകൂ എന്ന് പറയില്ലേ? ഇപ്പം നമ്മൾ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പിൽ എന്താണ്? നിറയെ പൊടികളൊക്കെ ആയിരിക്കും, ചളികളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആ ചളിയൊക്കെ കഴുകി കളയാനായിട്ട് എന്താ പറയുന്നത്? വാഷ് ദ മോപ്പ് അല്ലേ, ആ മോപ്പ് ഒന്ന് കഴുകൂ കേട്ടോ അല്ലേ? ആ മോപ്പ് കഴുകി വെക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? വാഷ് ദ മോപ്പ്, എന്താണ്? ആ മോപ്പ് ഒന്ന് കഴുകുക എന്നുള്ള പറയല്ലേ? അപ്പോൾ മോപ്പ് കഴുകുക എന്നുള്ളതിന് എന്താ പറയുക? വാഷ് ദി മോപ്പ് എന്നുള്ളത് അല്ലേ? അപ്പോൾ കൈ കഴുകുക എന്നുള്ളതിന് എന്താ പറയുക? വാഷ് വാഷ് ദി ഹാൻഡ്സ് എന്നുള്ളത് അല്ലേ, കൈ കഴുകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഓർക്കുന്നുണ്ടാവും അല്ലേ? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ്, ഇത് തറ ഇപ്പോഴും എന്താണ്? നനഞ്ഞ് കിടക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ തുടച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോഴും എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടാവും, എന്നാലും എന്താണ്? ഉണങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ പറയും എന്താണ്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നനയുക എന്നുള്ളതാണ്, നനവ് എന്നുള്ളതാണ് അല്ലേ? എന്താണ്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് അല്ലേ, ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആകെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് അല്ലേ, അവിടെ ഇവിടെയൊക്കെ എന്താണ്? വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ എന്താണ്? തുടച്ചപ്പോൾ മുറുക്കി പിഴിഞ്ഞ് തുടച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് എന്താണ്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് അല്ലേ, ഈ തറ ഇപ്പോഴും എന്താണ്? നനഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് എന്താണ്? ഇവിടെ കയറരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറ ഇപ്പോഴും എന്താണ്? നനഞ്ഞിരിക്കുകയാണ് അല്ലേ, ഉണങ്ങിയിട്ടില്ല, നനഞ്ഞുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ, എന്താണ്? തറ ഒന്ന് ഉണങ്ങട്ടെ അല്ലേ, തറ ഒന്ന് ഉണങ്ങട്ടെ. എന്താണ്? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? തറയൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ തറയൊന്ന് ഉണങ്ങട്ടെ എന്നുള്ളതിന് എന്താ പറയുന്നത്? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ അല്ലേ, ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ എന്ന് പറഞ്ഞാൽ ആ തറ ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ, അവിടെ നിൽക്ക് ഇപ്പോൾ കയറല്ലേ, എന്താണ്? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ, ആ തറ ഒന്ന് ഉണങ്ങട്ടെ, അങ്ങനെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ എങ്ങനെയാണ്? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ അല്ലേ? ഓക്കെ അല്ലേ? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ, ഈ തറയിൽ കൂടെ നടക്കല്ലേ കേട്ടോ. എന്താണ്? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇത് കൂടെ നടക്കരുത് അല്ലേ? എന്താണ്? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ, ഈ തറയിലൂടെ നടക്കരുത്. എന്താ പറയേണ്ടത്? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ, ഈ തറയിലൂടെ നടക്കരുത്. എന്തുകൊണ്ടാണ് നടക്കരുത് എന്ന് പറയുന്നത്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് അല്ലേ, ഇപ്പം എന്താണ്? ഇവിടെയൊക്കെ ഇപ്പോഴും നനവുണ്ട് അല്ലേ? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ്, ഈ ഫ്ലോറിൽ ഇപ്പോഴും എന്താണ്? നനവുണ്ട്. സോ എന്ത് ചെയ്യണം? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ, അതുകൊണ്ട് തറയിലൂടെ നടക്കരുത്. എങ്ങനെ പറയേണ്ടത്? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ അല്ലേ, ഈ തറയിലൂടെ നടക്കരുത്. എന്താ കാരണം? എന്താണ്? ദ ഫ്ലോർ ഈസ് സ്റ്റിൽ വെറ്റ് അല്ലേ, ഈ ഫ്ലോർ ഇപ്പോഴും എന്താണ്? നനഞ്ഞ് കിടക്കുകയാണ് അല്ലേ? കണ്ടില്ലേ, എവിടെയൊക്കെ എന്താണ്? നനഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ, ആ തറയൊന്ന് ഉണങ്ങട്ടെ എന്ന് പറയും അല്ലേ? ലെറ്റ് ദ ഫ്ലോർ ഡ്രൈ, ഈ തറയൊന്ന് ഉണങ്ങട്ടെ. ഇപ്പോൾ എന്ത് ചെയ്യരുത്? ഡോണ്ട് വോക്ക് ഓൺ ദി ഫ്ലോർ അല്ലേ, ഈ തറയിലൂടെ ഇപ്പോൾ നടക്കരുത് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞത് എന്നുള്ളതാണ് കേട്ടോ. നനവുള്ളതെന്ന്, നനഞ്ഞത് എന്നുള്ള, നനഞ്ഞ എന്നുള്ള മീനിങ് ആണ് വെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡ്രൈ എന്ന് പറഞ്ഞാലോ? ഉണങ്ങിയ എന്നുള്ളത്. അപ്പോൾ വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞത്, ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്. ഓക്കെ അല്ലേ? ദ ഫ്ലോർ ഈസ് വെറ്റ് എന്ന് പറഞ്ഞാലോ? തറ നനഞ്ഞിരിക്കുകയാണ് അല്ലേ? ദ ഫ്ലോർ ഈസ് വെറ്റ്, തറ നനഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നനഞ്ഞതാണ് എന്നൊക്കെ പറയും അല്ലേ?
ഐ നീഡ് ടു ഡസ്റ്റ് ദി ഫർണിച്ചർ. എനിക്ക് ഫർണിച്ചറുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ടേബിളിൽ നിറയെ പൊടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയറിൽ നല്ല പൊടി ഉണ്ടായിരിക്കും, സ്റ്റൂളിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ നീഡ് ടു ഡസ്റ്റ് ദി ഫർണിച്ചർ അല്ലേ, എനിക്ക് ഫർണിച്ചറുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് വൃത്തിയാക്കണം അല്ലേ, ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഫർണിച്ചറിൻ്റെ പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് പറയുന്നതിന് ഐ നീഡ് ടു ഡസ്റ്റ് ദി ഫർണിച്ചർ അല്ലേ, എനിക്ക് ഫർണിച്ചറിൻ്റെ ഒക്കെ പൊടി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അല്ലേ, പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കണം എന്നുള്ളത്. ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിൾ അല്ലേ, ആ ടേബിൾ നിറച്ച് പൊടിയാണ് അല്ലേ, ആ മേശപ്പുറത്ത് നിറയെ പൊടിയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിൾ അല്ലേ, ആ ടേബിളിൻ്റെ പുറത്ത് നിറയെ പൊടിയാണ്. ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിൾ അല്ലേ, ആ ടേബിളിൻ്റെ പുറത്ത് എന്താണ്? നിറയെ പൊടിയാണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിൾ അല്ലേ, ആ ടേബിളിൻ്റെ പുറത്ത് നിറയെ എന്താണ്? പൊടിയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് നിറച്ച് പൊടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ടേബിൾ ഇട്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് നിറയെ പൊടിയാണ് എന്ന് പറയുമ്പോൾ ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിൾ എന്ന് പറയില്ലേ. ഇനി അത് എന്ത് ചെയ്യണം? നിറച്ച് പൊടിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാൻ പറ്റുമോ? ഇപ്പം ഇവിടെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കണ്ടിട്ടുണ്ടാകും, ഇവിടെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ടേബിൾ നിറച്ച് പൊടിയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരാളോട് പറയുകയാണ് എന്താണ്? ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി ടേബിളിലെ, ആ പൊടി ആ ടേബിൾ നിറച്ച് അതിൻ്റെ പുറത്ത് നിറച്ച് പൊടിയാണ്. അപ്പോൾ ആ ടേബിളിനെ ഇനി പൊടി മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പൊടിയാണ് എന്നുള്ളത് പൊടി മാറ്റിക്കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? വാഷ് ദ ടേബിൾ പ്ലീസ് അല്ലേ, എന്താണ്? ആ ടേബിൾ ഒന്ന് വാഷല്ല, കഴുകാം. വാഷ് ദ ടേബിൾ പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടേബിൾ ഒന്ന് കഴുകണം എന്ന് പറയില്ലേ. ഇനി ചിലപ്പോൾ നമ്മൾ കഴുകാൻ പറ്റുമോ? റൂമിലൊക്കെ ആണെങ്കിൽ കഴുകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? വൈപ്പ് ദ ടേബിൾ പ്ലീസ് അല്ലേ, ആ ടേബിൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കൂ എന്ന് പറയല്ലേ. അപ്പം എന്താ പറയേണ്ടത്? വൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. വൈപ്പ് ദ ടേബിൾ പ്ലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടേബിൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കൂ അല്ലേ, ദയവായിട്ട് അല്ലേ, പ്ലീസ് എന്താണ്? വൈപ്പ് ദ ടേബിൾ പ്ലീസ്, ആ ടേബിൾ ഒന്ന് വൃത്തിയാക്കൂ. നമ്മൾ പറയാറില്ലേ വൈപ്പ് ദ ടേബിൾ പ്ലീസ്, അതിൽ നിറച്ച് പൊടിയുണ്ട്, സോ എന്താണ്? വൈപ്പ് ദ ടേബിൾ പ്ലീസ്, ആ ടേബിൾ ഒന്ന് വൃത്തിയാക്കൂ എന്നുള്ളത് പറയല്ലേ. ഇനി അതേപോലെ തന്നെ ഇപ്പം ഈ ബോട്ടിൽ അല്ലേ, ഈ ബോട്ടിൽ നിറയെ പൊടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ദർ ഈസ് ഡസ്റ്റ് ഓൺ ദി ബോട്ടിൽ അല്ലേ, ഈ ബോട്ടിൽ നിറച്ച് പൊടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വൈപ്പ് ദ ബോട്ടിൽ അല്ലേ, ടേബിളും ബോട്ടിലും കൂടി എന്താണ്? വൈപ്പ് ദ ബോട്ടിൽ അല്ലേ, എന്താണ്? ആ ബോട്ടിലൊന്ന് തുടച്ച് വൃത്തിയാക്കും അല്ലേ, വൈപ്പ് അല്ലേ, ഒന്ന് തുടച്ച് വൃത്തിയാക്കൂ എന്ന് പറയില്ലേ. പ്ലീസ് വൈപ്പ് ദ ബോട്ടിൽ അല്ലേ, ഈ ബോട്ടിലൊന്ന് തുടച്ച് വൃത്തിയാക്കൂ എന്ന് പറയല്ലേ. അപ്പോൾ വൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയ്ക്കുക എന്നുള്ളതാണ്. ഐ നീഡ് ടു വൈപ്പ് ദ കബോർഡ്, എനിക്ക് കബോർഡും കൂടി ഒന്ന് ഇനി എന്ത് ചെയ്യണം? തുടച്ച് വൃത്തിയാക്കണം അല്ലേ. ആ കബോർഡും കൂടി എന്ത് ചെയ്യണം? ഐ നീഡ് ടു വൈപ്പ് ദി കബോർഡ്, എനിക്ക് കബോർഡ് കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. എങ്ങനെ പറയാം? എനിക്ക് കബോർഡും കൂടി ഉണ്ട് കേട്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട്. എങ്ങനെ പറയും? ഐ നീഡ് ടു വൈപ്പ് ദ കബോർഡ് അല്ലേ, എനിക്ക് കബോർഡ് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇനി കബോർഡ് മാത്രമല്ല, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതിന് എന്താ പറയുക? ഐ നീഡ് ടു വൈപ്പ് ദി വിൻഡോ അല്ലേ, എനിക്ക് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അല്ലേ. ഐ നീഡ് ടു വൈപ്പ് ദ വിൻഡോസ്, ജനലുകളൊക്കെ അല്ലേ, എല്ലാ ജനലുകളും ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം? ഐ നീഡ് ടു വൈപ്പ് ദ വിൻഡോസ് അല്ലേ. ഇനി എനിക്ക് ഡോറ് തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതിന് എന്താ പറയുക? ഐ നീഡ് ടു വൈപ്പ് ദ ഡോർ അല്ലേ, എനിക്ക് ആ ഡോർ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഐ നീഡ് ടു വൈപ്പ് ദി ഡോർ എന്നുള്ളത് പറയും. ഇനി ഐ നീഡ് ടു വൈപ്പ് ദ ചെയർ, എന്താണ്? ആ ചെയർ എനിക്കൊന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കണം അല്ലേ. വൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തുടയ്ക്കുക അല്ലേ. ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൂൾ, എന്താണ്? സ്റ്റൂളും എനിക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ എന്താണ് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതിന് എന്താ പറയുക? വൈപ്പ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. വൈപ്പ് ദിസ് പാർട്ട് ടു, ഈ ഭാഗം കൂടി ഒന്ന് തുടയ്ക്കട്ടോ അല്ലേ, ഈ ഭാഗം ഇവിടെയും കൂടി ഒന്ന് തുടയ്ക്കട്ടോ. എങ്ങനെ പറയാം? വൈപ്പ് ദിസ് പാർട്ട് ടു അല്ലേ, ദിസ് പാർട്ട് ടു എന്താണ്? ഈ ഭാഗം കൂടി ഒന്ന് തുടയ്ക്കുക. വൈപ്പ് ദിസ് പാർട്ട് ടു അല്ലേ, ഈ ഭാഗം കൂടി ഒന്ന് തുടയ്ക്കൂ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? വൈപ്പ് ദിസ് പാർട്ട് ടു, ഈ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കുക അല്ലേ, വൈപ്പ് ദിസ് പാർട്ട് ടു. ഓക്കെ. ദർ ഇസ് ഡസ്റ്റ് ഓൺ ദ വിൻഡോ അല്ലേ, എന്താണ്? ജനൽ നിറച്ച് പൊടിയാണ്. ദർ ഇസ് ഡസ്റ്റ് ഓൺ ദി വിൻഡോ അല്ലേ, ജനൽ നിറയെ പൊടിയാണ്. ഐ നീഡ് ടു ക്ലീൻ ദ വിൻഡോ അല്ലേ, എനിക്ക് വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ദർ ഇസ് ഡസ്റ്റ് ഓൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനൽ നിറച്ച് പൊടിയാണ് അല്ലേ. ഐ നീഡ് ടു ക്ലീൻ ദ വിൻഡോ, ഈ ജനലൊക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അല്ലേ. ഐ നീഡ് ടു വൈപ്പ് ദ വിൻഡോ അല്ലേ, ഈ ജനൽ എനിക്കൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പറയാന്നുള്ളത് ക്ലിയർ ആയോ? ഇനി ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം ഒന്ന് നീക്കി അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും, അവിടെ ഇരിക്കുന്ന സാധനം കുറച്ച് മാറ്റി ഇപ്പുറത്തേക്ക് വയ്ക്കും. കാരണം എന്താ? അതിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ചു വാരി വൃത്തിയാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങളും പല ഭാഗത്തേക്ക് നമ്മൾ
മാറ്റി വെക്കും അല്ലേ. ഇനി മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ ഇതൊക്കെ എന്താണ് അവിടേക്കൊന്ന് നീക്കി വെക്കൂ, അല്ലെങ്കിൽ ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വെക്കൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് നീക്കി വെക്കൂ അല്ലേ, അങ്ങനെ പറയാം. അപ്പം ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി പ്രോപ്പർ സ്ഥലത്തേക്ക് വെക്കൂ, അല്ലെങ്കിൽ അവിടേക്ക് മാറ്റി വെക്കൂ, ഇവിടേക്ക് മാറ്റി വെക്കൂ എന്നൊക്കെ എങ്ങനെ പറയാം? അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയും? പുട്ട് ദീസ് തിങ്സ് എവേ അല്ലേ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ അല്ലേ. പുട്ട് ദീസ് തിങ്സ് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ കേട്ടോ അല്ലേ. എങ്ങനെ പറയേണ്ടത്? പുട്ട് ദീസ് തിങ്സ് എവേ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ. ഇനി ചിലപ്പോൾ എന്താണ് അവിടേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും മാറ്റി വെക്കേണ്ടതുണ്ടാവില്ലേ. എവിടേക്കാണെങ്കിലും നമ്മളത് പറഞ്ഞ് കൊടുക്കണം അല്ലേ. പുട്ട് ദീസ് തിങ്സ് എവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ. ഓക്കെ അല്ലേ. പുട്ട് ദിസ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, ഇത് നേരത്തെ ഇരുന്ന അതേ സ്ഥാനത്തേക്കൊന്ന് മാറ്റി വെക്കൂ കേട്ടോ. പുട്ട് ദിസ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, ഇത് നേരത്തെ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ ഇതൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതിന് എന്താ പറയുക? പുട്ട് ദിസ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, ഇത് നേരത്തെ ഇരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഇത് അവിടേക്ക് തന്നെ ഒന്ന് മാറ്റി വെക്കുക എന്ന്. എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, എല്ലാ സാധനങ്ങളും ഏതൊരു സാധനം എന്താണ് അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കണം അല്ലേ. എവിടെയാണോ വെച്ചത് അത് അവിടെ തന്നെ വെക്കണം, അവിടെ ഇവിടെ വലിച്ചു വാരിയൊന്നും ഇടരുത്. അപ്പോൾ അതിനെന്താ പറയുക? എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, എല്ലാ സാധനങ്ങളും എന്താണ്, ഓരോ വസ്തു എന്താണ് എവിടെയാണോ വെച്ചത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. എന്താ പറയേണ്ടത്? എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ, ഓരോ വസ്തുവും അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ട് വെക്കണം. ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ, ഈ സാധനങ്ങൾ ഇവിടെ വെക്കരുത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഈ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല, എന്താണ്? ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ അല്ലേ, ഈ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല, ഇവിടെ വെക്കണില്ല, ഇതിപ്പോൾ തന്നെ ഇവിടുന്ന് മാറ്റിക്കോ, ഇത് ഞാൻ വേറെ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഇത് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്താണ്? ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ അല്ലേ, ഈ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ്? ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ അല്ലേ, ഇനി ഈ സാധനങ്ങൾ എന്താണ് ഇവിടെ വെക്കാൻ പാടില്ല, ഇനി എവിടെയാണെങ്കിലും അല്ലേ എന്താണ്? ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ, ഈ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല, ഇതിപ്പോൾ തന്നെ ഇവിടുന്ന് മാറ്റിക്കോ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? ഡോണ്ട് കീപ് ദീസ് തിങ്സ് ഹിയർ അല്ലേ, ഈ വസ്തുക്കളൊന്നും ഇവിടെ വെക്കാൻ പാടില്ല. ഓക്കെ അല്ലേ. വേർ ഷുഡ് ഐ പുട്ട് ദിസ്, പിന്നെ ഞാനിത് എവിടെ വെക്കേണ്ടത്, ഈ സാധനങ്ങളും ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്താണ്? വേർ ഷുഡ് ഐ പുട്ട് ദിസ്, ഞാൻ ഈ സാധനം എവിടെയാണ് വെക്കേണ്ടത് അല്ലേ, ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയില്ലേ. ഇത് ഞാൻ പിന്നെ എവിടെ വെക്കേണ്ടത്? വേർ ഷുഡ് ഐ പുട്ട് ദിസ് അല്ലേ, ഞാനിത് എവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക? വേർ ഷുഡ് ഐ പുട്ട് ദിസ്, ഞാനിത് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ? വേർ ഷുഡ് ഐ പുട്ട് ദിസ്, ഞാനിത് എവിടെ വെക്കേണ്ടത്? വി ക്യാൻ കീപ് ദിസ് ഹിയർ അല്ലേ, നമുക്കിത് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ എന്താണ്? യു ക്യാൻ കീപ് ദിസ്, നിനക്കിത് ഇവിടെ വെക്കാം അങ്ങനെന്നൊക്കെ പറയില്ലേ. ഇനി നിനക്കെന്നാണോ അല്ലെങ്കിൽ നമുക്ക് എന്നാണോ എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സബ്ജക്റ്റിനനുസരിച്ച് കേട്ടോ. അപ്പോൾ എന്താണ്? വി ക്യാൻ കീപ് ദിസ്, നമുക്കിത് ഇവിടെ വെക്കാം അല്ലേ. വി ക്യാൻ കീപ് ദിസ്, നമുക്കിത് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ എന്താണ്? വി ക്യാൻ കീപ് ദിസ്, നമുക്കിത് ഇവിടെ വെക്കാം അല്ലേ. എവിടെ വേണമെങ്കിലും ഇത് നമുക്കിത് ഇവിടെ വെക്കാം എന്നുള്ളതിന് എന്താ പറയുക? വി ക്യാൻ കീപ് ദിസ് അല്ലേ, നമുക്കിത് ഇവിടെ വെക്കാം എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? വി ക്യാൻ കീപ് ദിസ് അല്ലേ. വേർ ഷുഡ് ഐ പുട്ട് ദിസ് എന്ന് ചോദിച്ചു അല്ലേ, ഞാനിത് അവിടെ വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? വി ക്യാൻ കീപ് ദിസ് അല്ലേ, നമുക്ക് ഇത് ഇവിടെ വെക്കാം എന്നുള്ളത്. ഓക്കെ അല്ലേ. ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ്, ഐ നീഡ് ടു ഫോൾഡ് ദ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം അല്ലേ. ഇപ്പോൾ ഇത് കർച്ചീഫ് കേട്ടോ, എനിക്ക് ഇതിപ്പോൾ തുണിയാവില്ലേ, തുണികളൊക്കെ മടക്കി നല്ല ക്ലിയർ ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് മടക്കി ഇങ്ങനെ വെക്കണം എന്നുള്ളതിന്. അപ്പോൾ എന്താണ്? ഐ നീഡ് ടു ഫോൾഡ്, ഇങ്ങനെ മടക്കി വെക്കുന്നതിന് എന്താ പറയുക? ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ് അല്ലേ, എനിക്ക് എന്താണ് ഈ തുണികളൊക്കെ മടക്കി വെക്കണം അല്ലേ. എത്ര തുണികൾ അവിടെ കൊണ്ട് വലിച്ചു വാരി ഇട്ടിട്ടുള്ളതെന്ന് അറിയോ? ഇതൊക്കെ എനിക്ക് മടക്കി വെക്കണം. എന്താണ്? ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ് അല്ലേ, ഈ തുണികളെല്ലാം എനിക്കൊന്ന് മടക്കി വെക്കണം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഓക്കെ, ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ് അല്ലേ, എനിക്ക് ഈ തുണികളൊക്കെ എന്ത് ചെയ്യണം? മടക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ. ഫോൾഡ് ദീസ് ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം എവേ, ഈ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവച്ചേ എന്നൊക്കെ പറയാറില്ലേ. ഈ തുണികൾ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുവയ്ക്ക് കേട്ടോ എന്ന് എങ്ങനെ പറയാം? ഫോൾഡ് ദീസ് ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം എവേ അല്ലേ, ഇവിടുന്ന് മടക്കിയിട്ട് ഇവിടുന്ന് കൊണ്ട് മാറ്റി വെക്കുക, ഇത് ഇവിടെ ഇടരുത് അല്ലേ, പലരും വന്ന് കാണുന്നതാണ്, ഇവിടെയൊക്കെ കൊണ്ട് കുറേ തുണി കൂട്ടി വെച്ചാലോ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്ത് പറയണം? ഫോൾഡ് ദീസ് ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം എവേ അല്ലേ, ഈ തുണികളൊക്കെ മടക്കിയിട്ട് ഇവിടുന്ന് എടുത്തു കൊണ്ട് വെക്കുക എന്ന് പറയും. അപ്പോൾ എന്താ പറയേണ്ടത്? ഫോൾഡ് ദീസ് ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം എവേ അല്ലേ, ഇതൊക്കെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? കൊണ്ട് മാറ്റി വെക്കൂ. ഐ നീഡ് ടു വാഷ് ദ ക്ലോത്ത്സ് അല്ലേ, എനിക്ക് തുണികളൊക്കെ ഇനി എന്താണ് അലക്കാനുണ്ട് അല്ലേ, എത്ര തുണികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന അറിയണോ. ഐ നീഡ് ടു വാഷ് ദി ക്ലോത്ത്സ് അല്ലേ, ഈ തുണികൾ മുഴുവൻ എനിക്ക് എന്ത് ചെയ്യണം? അലക്കണം അല്ലേ. ഐ നീഡ് ടു വാഷ് ദി ക്ലോത്ത്സ്, ഈ തുണികൾ മുഴുവൻ എനിക്ക് അലക്കണം, അല്ലെങ്കിൽ ഈ തുണി മുഴുവൻ എനിക്ക് അലക്കേണ്ടതുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം? ഐ നീഡ് ടു വാഷ് ദി ക്ലോത്ത്സ് എന്നുള്ളത് അല്ലേ.
ഐ നീഡ് ടു വാഷ് ദി ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തുണി മുഴുവൻ എനിക്ക് എന്താണ്? അലക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ ഐ നീഡ് ടു വാഷ് ദി ക്ലോത്ത്സ് അല്ലേ? എനിക്ക് തുണി മുഴുവൻ എന്താണ്? അലക്കേണ്ടതുണ്ട്. പുട്ട് ദ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. ഈ തുണികളൊക്കെ എന്താണ്? ആ വാഷിംഗ് മെഷീനിൽ ഒന്ന് കൊണ്ടിട്ടെ അല്ലേ? പുട്ട് ദ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടെ അല്ലേ? ഇനി എനിക്ക് എന്താണ്? ആ കല്ലിലൊന്നും പോയി അലക്കാൻ വയ്യ. എന്ത് ചെയ്യണം? പുട്ട് ദീസ് ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ അല്ലേ? അതുകൊണ്ട് എന്താണ്? ഈ തുണികളൊക്കെ ഒന്ന് കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇടൂ എന്ന് പറയും അല്ലേ? അപ്പോൾ എങ്ങനെ പറയേണ്ടത്? പുട്ട് ദീസ് ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ അല്ലേ? വാഷിംഗ് മെഷീനിൽ എന്തിനാ? അലക്കാൻ ഇടാനാണ് പറയുന്നത്. പുട്ട് ദീസ് ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ. ക്ലിയർ അല്ലേ? ഇപ്പം എന്താ പറയുക? ഈ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് തുണികൾ ഇടുക എന്നുള്ളതിനെന്ന് പറയും പുട്ട് ദീസ് ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ. ഓക്കെ. ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ അല്ലേ? ആ തുണികളൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് എങ്ങനെ പറയും അല്ലേ? ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ അല്ലേ? ഇപ്പോൾ ഇവിടെ ആണെന്ന് വിചാരിച്ചോ അല്ലേ? ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ അല്ലേ? എന്താണ്? ആ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട് അല്ലേ? പുറത്ത് കൊണ്ടിട്ട് അതൊന്ന് ഉണങ്ങാനിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി കഴിഞ്ഞാൽ ഇനി എന്താണ്? ഒന്ന് കാറ്റടിച്ച് ഉണങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അല്ലേ? ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ അല്ലേ? അതൊന്ന് ഉണങ്ങാനായിട്ട് പുറത്ത് കൊണ്ടേ ഇടൂ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ അല്ലേ? ആ തുണി ഒന്ന് ഉണങ്ങാനിടൂ. ബ്രിങ് ഇൻ ദ ഡ്രൈ ക്ലോത്ത്സ്. ബ്രിങ് ഇൻ എന്ന് ഡ്രൈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവരും അല്ലേ? നമ്മളെന്താണ് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞതിന് ശേഷം തുണികളൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇട്ടതാണല്ലോ ഉണങ്ങാനായിട്ട്. ഇനി എന്ത് ചെയ്യണം? ബ്രിങ് ഇൻ ദ ഡ്രൈ ക്ലോത്ത്സിൽ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുവരൂ. ബ്രിങ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് കൊണ്ടുവരൂ. ഇനി എന്താണ്? ഡ്രൈ ക്ലോത്ത്സ് അല്ലേ? ദ ഡ്രൈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ തുണികൾ അല്ലേ? ആ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നല്ലേ? മഴ എന്താണ്? ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ അല്ലേ? മഴ പെയ്യാൻ പോവാണ്. എന്താണ്? മഴ പെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? എന്ത് ചെയ്യണം എന്നാണ്? ബ്രിങ് ഇൻ ദി ഡ്രൈ ക്ലോത്ത്സ് അല്ലേ? ഉണങ്ങിയ തുണികളൊക്കെ എന്താണ്? ഒന്ന് എടുത്തിട്ട് വരൂ അല്ലേ? എന്താണ്? വേഗം പോയിട്ട് എടുത്തിട്ട് വരും. മഴ ഇപ്പോൾ പെയ്യും അല്ലേ? ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം? ബ്രിങ് ഇൻ ദ ഡ്രൈ ക്ലോത്ത്സ്. ആ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് വരൂ എന്നുള്ളത് ഉപയോഗിച്ച് നോക്കില്ലേ? അടുത്തായിട്ട് ഐ നീഡ് ടു ക്ലീൻ ദ കിച്ചൺ. എനിക്ക് അടുക്കളയൊന്ന് വൃത്തിയാക്കണം അല്ലേ? എനിക്ക് അടുക്കളയൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതിന് എങ്ങനെ പറയാം? ഐ നീഡ് ടു ക്ലീൻ ദി കിച്ചൺ അല്ലേ? എനിക്ക് അടുക്കളയൊന്ന് വൃത്തിയാക്കണം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊന്ന് പറഞ്ഞല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദ ഹൗസ് എന്ന് പറഞ്ഞിരുന്നല്ലേ? ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? ഐ നീഡ് ടു ക്ലീൻ ദ കിച്ചൺ അല്ലേ? എനിക്ക് എന്താണ്? അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ലേ? അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആകെ മുഷിഞ്ഞ് കിടക്കുകയാണ്. സോ എന്ത് ചെയ്യണം? ഐ നീഡ് ടു ക്ലീൻ ദ കിച്ചൺ അല്ലേ? എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഐ നീഡ് ടു വാഷ് ദി ഡിഷസ്. ഇനി എന്താണ്? പാത്രങ്ങൾ കഴുകണം അല്ലേ? എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഐ നീഡ് ടു വാഷ് ദി ഡിഷസ് അല്ലേ? ഡിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രങ്ങൾ എന്നുള്ളത്. ഐ നീഡ് ടു വാഷ് ദി ഡിഷസ്. എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പം എന്താണ്? ഐ നീഡ് ടു ക്ലീൻ ദ കിച്ചൺ അല്ലേ? എനിക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കണം. പിന്നെന്താണ്? ഐ നീഡ് ടു വാഷ് ദി ഡിഷസ് അല്ലേ? എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഐ നീഡ് ടു വാഷ് ദി ഡിഷസ്. എനിക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലേ? എനിക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഐ നീഡ് ടു ക്ലീൻ ദി ഡിഷസ്. ഇനി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ എന്താണ്? സിങ്കൊക്കെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ചെയ്യണം? ഐ നീഡ് ടു ക്ലീൻ ദ സിങ്കില്ലേ? എനിക്ക് ഈ സിങ്ക് മുഴുവൻ ഒന്ന് എന്താണ്? ക്ലീൻ ചെയ്യണം അല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദ സിങ്ക്. എനിക്ക് ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ യൂസേജ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി എന്തൊക്കെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. ഐ നീഡ് ടു ക്ലീൻ ദി സിങ്ക് അല്ലേ? എനിക്ക് സിങ്കൊക്കെ എന്ത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞല്ലേ? ഇനി എന്ത് ചെയ്യണം? ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗ അല്ലേ? സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അല്ലേ? ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗവൊക്കെ എന്ത് ചെയ്യണം? തുടച്ച് വൃത്തിയാക്കണം അല്ലേ? ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗ. എനിക്ക് ഈ സ്റ്റൗ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗ അല്ലേ? ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗ ആണ് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലേ? ഇനി എന്ത് തുടച്ച് വൃത്തിയാക്കണമെങ്കിലും എന്താണ്? ഐ നീഡ് ടു വൈപ്പ് എന്താണോ അത്. ഐ നീഡ് ടു വൈപ്പ് ദ സ്റ്റൗ അല്ലേ? എനിക്ക് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഐ നീഡ് ടു വൈപ്പ് ദ കിച്ചൺ കൗണ്ടർ അല്ലേ? എനിക്ക് ആ കിച്ചൺ കൗണ്ടറൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ എന്താ പറയണത് അതിൻ്റേത്? ഐ നീഡ് ടു വൈപ്പ് ദ കിച്ചൺ കൗണ്ടർ അല്ലേ? ഐ നീഡ് ടു വൈപ്പ് ദി കിച്ചൺ കൗണ്ടർ. ഐ നീഡ് ടു വൈപ്പ് ദ കിച്ചൺ കൗണ്ടർ. എനിക്ക് ആ കിച്ചൺ കൗണ്ടർ കൂടി എന്താണ്? ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലേ? ഐ നീഡ് ടു വൈപ്പ് ദ കിച്ചൺ കൗണ്ടർ. ദർ ഈസ് വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ? ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട് എന്നുള്ളതിന് പറയാൻ എന്താണ്? ദർ ഈസ് വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ? സ്പിൽഡ് അല്ലേ? ദർ ഈസ് വാട്ടർ സ്പിൽഡ് ഹിയർ. ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട് അല്ലേ? ദർ ഈസ് വാട്ടർ സ്പിൽഡ് ഹിയർ. ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട് എന്നുള്ളതിന് ദർ ഈസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ? ദർ ഈസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ. ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. ദർ ഈസ്
സം വാട്ടർ കുറച്ച് വെള്ളം സ്പിൽഡ് ഹിയർ അല്ലേ വീണ് കിടക്കുന്നുണ്ട്. ദർ ഇസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും വെള്ളം എടുത്ത് പോകുമ്പോൾ കുറച്ച് വെള്ളം അവിടെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ വീണിട്ടുണ്ടെങ്കിൽ എന്താണ് ദർ ഇസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ. അവിടെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ, എന്താണ് സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറയില്ലേ. ദർ ഇസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ അല്ലേ, ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ വെള്ളം വീണ് കിടന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐ നീഡ് ടു വൈപ്പ് ദിസ് അപ്പ് ഇമ്മീഡിയറ്റ്ലി അല്ലേ. എനിക്കെന്താണ് ഇത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തുടച്ച് വൃത്തിയാക്കി കളയണം, അല്ലെങ്കിൽ എന്താണ് വീണ് പോകില്ലേ. ഐ നീഡ് ടു വൈപ്പ് ദിസ് അപ്പ് ഇമ്മീഡിയറ്റ്ലി അല്ലേ, എനിക്ക് പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ എന്താണ് ഇത് ഇവിടുന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇപ്പോൾ ടൈലിലൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ അതിലൂടെ ഒന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒറ്റപ്പോക്കായിരിക്കില്ലേ, എന്താണ് സ്ലിപ്പായി പോകും. പിന്നെ എന്താണ് വീണ് കിടന്ന് കാല് വയ്യ കൈ വയ്യ എന്നൊക്കെ പറഞ്ഞ് കിടക്കേണ്ടി വരില്ലേ. അപ്പം എന്താണ് ദർ ഇസ് സം വാട്ടർ സ്പിൽഡ് ഹിയർ, ഇവിടെ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. ഐ നീഡ് ടു വൈപ്പ് ദിസ് അപ്പ് ഇമ്മീഡിയറ്റ്ലി അല്ലേ, എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ നിന്ന് തുടച്ച് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വേർഡ്സുകൾ ഏതൊക്കെയാണ്? ക്ലീൻ എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താണ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വൃത്തിയാക്കുക എന്നുള്ളതാണ് അല്ലേ. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സ്വീപ്പ് നമ്മൾ പഠിച്ച വാക്കുകളാണല്ലോ ഇതൊക്കെ. ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നുള്ളത്. സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അടിച്ചു വാരുക എന്നാണ്. എന്താണ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ? അടിച്ചു വാരുക. ഇനി മോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തുടയ്ക്കുക എന്നുള്ളത് അല്ലേ. തറയൊക്കെ തുടയ്ക്കില്ലേ, അതിനാണ് എന്ത് പറയുന്നത്? മോപ്പ് എന്ന് പറയല്ലേ, തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നുള്ളതാണ്. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചു വാരുക എന്നുള്ളതാണ്. ഇനി മോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. തറയൊക്കെ തുടയ്ക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക? മോപ്പ് എന്ന് പറയുക. ഇനി വേറെ എന്തൊക്കെ വേർഡ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വൈപ്പ്. വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ വൈപ്പും മോപ്പും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കും അല്ലേ. മോപ്പ് എന്ന് പറഞ്ഞാൽ തറ തുടച്ച് വൃത്തിയാക്കുന്നതിനെയാണ് മോപ്പ് എന്ന് പറയുക. ഇനി വൈപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കില്ലേ, അതിനെയാണ് വൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറ തുടയ്ക്കുന്നതിനെയാണ് പറയുക. വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്നുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ അല്ലേ? ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പൊടി നീക്കുന്നതിനാണ് പറയുക ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ. വാഷ് എന്ന് പറഞ്ഞാലോ കഴുകുക എന്നുള്ളത്. വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകുക എന്നാണ് അല്ലേ. ഇനി വൃത്തിയാക്കുന്നതിന് വേറൊരു വാക്കുണ്ട് കേട്ടോ, സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരച്ച് വൃത്തിയാക്കുക അല്ലേ. സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരച്ച് വൃത്തിയാക്കുന്നതിനെ പറയാം സ്ക്രബ് ചെയ്യുക. ഓക്കെ അല്ലേ. സ്ക്രബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരച്ച് വൃത്തിയാക്കുക, ഉരയ്ക്കുക എന്നുള്ളതല്ലേ സ്ക്രബ്. ഫോൾഡ് എന്ന് പറഞ്ഞാലോ മടക്കി വയ്ക്കുക അല്ലേ. ഫോൾഡ് എന്ന് പറഞ്ഞാൽ മടക്കി വയ്ക്കുക. ഇനി ഹാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂക്കിയിടുക അല്ലേ. ഹാങ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക, ഫോൾഡ് എന്ന് പറഞ്ഞാൽ മടക്കി വയ്ക്കുക. ഇനി ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉണങ്ങിയതിൽ ഉണങ്ങുക എന്നുള്ളത്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് എന്ന്. ഇനി നമ്മൾ പഠിച്ചിരുന്നു പുട്ട് എവേ എന്നുള്ളത് അല്ലേ. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് അല്ലേ. ശരിയായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതിനാണ് എന്ത് പറയുക? പുട്ട് എവേ എന്ന് പറയുന്നത്. ത്രോ എവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കളയാൻ അല്ലേ. ത്രോ എവേ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയല്ലേ, അത് കളയുന്നതൊക്കെ പറയും. ത്രോ എവേ എന്ന് പറഞ്ഞാൽ കളയുക. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. വേർഡ്സ് അറിഞ്ഞിട്ട് വാക്കുകൾ അറിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താണ് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് പറയുക അല്ലേ. വേർഡ്സ് കിട്ടാത്തതായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വാക്കുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് റീഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഒന്ന് മൈൻഡിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കുക അല്ലേ. അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് സെൻറ്റൻസുകൾ തന്നെ പറയാനായിട്ട് കിട്ടും. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കില്ലേ. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കില്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഐ എം ക്ലീനിങ് ദ ഹൗസ്, ഞാൻ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയാം? ഐ എം ക്ലീനിങ് ദ ഹൗസ് അല്ലേ. എന്താണ്? ഞാൻ ഈ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഐ നീഡ് ടു ക്ലീൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു അല്ലേ. ഇപ്പം ഇപ്പോഴെന്താ പറഞ്ഞത്? ഐ എം ക്ലീനിങ് ദ ഹൗസ്, ഞാൻ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ പഠിക്കട്ടോ. ഇനി അടുത്ത ഓരോ ഡേ 8 അടുത്ത ഓരോ ഡേയ്സിലും ക്ലാസ്സുകളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അതുപോലെ ടെൻസിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു എപ്പിസോഡാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പ്രസൻറ്റ് ടെൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണ്,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് ഓരോ സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ഡു യു നീഡ് എനി ഹെൽപ്പ്? നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അല്ലേ? അപ്പോൾ നേരത്തെ നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ആർ യു ഡൂയിങ്? അല്ലേ? നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഐ എം ക്ലീനിങ് ദ ഹൗസ്. അല്ലേ? ഞാൻ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ചോദിക്കുന്നത്? ഡു യു നീഡ് എനി ഹെൽപ്പ്? നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? നമ്മളടുത്തല്ലേ ചോദിക്കുന്നത്. നമ്മൾ ആവശ്യമില്ല എന്ന് പറയുമോ? യെസ് പ്ലീസ്, യെസ് എന്ന് പറയില്ലേ? എന്താണ് ആവശ്യമുണ്ട് എന്ന് പറയും. എന്തിനാണ് നമ്മൾ സഹായിക്കുക? എന്താ നമ്മളിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ക്ലീൻ ചെയ്യാണല്ലോ. അപ്പോൾ എന്താണ്? ആ സ്വീപ് ദ ഫ്ലോർ പ്ലീസ്. അല്ലേ? ഈ തുറന്ന് വൃത്തിയാക്കൂ. അല്ലേ? എന്താണ് എനിക്ക് എന്ത് സഹായം വേണ്ടത്? എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചാലേ അപ്പോൾ എന്ത് ചെയ്യാം? പ്ലീസ് ക്ലീൻ ദ ഫ്ലോർ. അല്ലേ? ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറയും. അല്ലേ? പ്ലീസ് ക്ലീൻ ദ ഫ്ലോർ. ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറയാം. അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോടും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ മറുപടി പറയാവുന്നതാണ്. വാട്ട് എൽസ് ഷുഡ് ഐ ഡു? ഇനി വേറെന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ? വാട്ട് എൽസ് ഷുഡ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ? ഇനി വേറെന്തെങ്കിലും ചെയ്യണോ? അല്ലേ? തറ നീ വൃത്തിയാക്കാൻ പറഞ്ഞല്ലോ. ഇനി വാട്ട് എൽസ് ഷുഡ് ഐ ഡു? ഇനി വേറെന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ? എന്താണ് അതിന് പറയാം? വാട്ട് എൽസ് ഷുഡ് ഐ ഡു? ഇനി ഞാൻ വേറെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? പ്ലീസ് വൈപ്പ് ദ ടേബിൾ ടു. ആ ടേബിളും കൂടി ഒന്ന് തുടച്ചേക്ക് കേട്ടോ. എന്തായാലും ചോദിച്ചതല്ലേ. പ്ലീസ് വൈപ്പ് ദ ടേബിൾ ടു. ആ ടേബിളും കൂടി ഒന്ന് തുടച്ചോളൂ. അല്ലേ? ആ ടേബിളും കൂടി ഒന്ന് തുടച്ച് വെച്ചോളൂ. അല്ലേ? പ്ലീസ് വൈപ്പ് ദ ടേബിൾ ടു. ആ ടേബിളും കൂടി ഒന്ന് തുടച്ചോളൂ. ചോദിച്ചിട്ടല്ലേ അല്ലേ? വെറുതെ ഒന്നും അല്ലല്ലോ. ഷുവർ അല്ലേ? അപ്പോൾ ആൾ പറയുന്നുണ്ടാവും ഷുവർ തീർച്ചയായിട്ടും അല്ലേ, എന്തായാലും ഞാൻ ചോദിച്ചതല്ലേ, ചെയ്തു തരാം എന്ന് പറയും. ഷുവർ തീർച്ചയായിട്ടും ചെയ്തു തരാം എന്ന് പറയും. ആൻഡ് പുട്ട് ദീസ് തിങ്സ് എവേ. അല്ലേ? ഇനി എന്താണ് ആ ടേബിൾ തുടച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് സ്ഥലത്തും കൂടി ഒന്ന് കൊണ്ടുവയ്ക്കൂ കേട്ടോ. പുട്ട് ദീസ് തിങ്സ് എവേ. അല്ലേ? ഈ സാധനം കൂടിയൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കൂ. അതായത് നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയും നമ്മൾ അതിനെങ്ങനെ റിപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഓരോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ച് നോക്കണം. അല്ലേ? ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തുടയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തുടയ്ക്കുകയാണല്ലേ, അപ്പോൾ തുടയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഐ നീഡ് ടു ഐ നീഡ് ടു മോപ്പ് ദിസ് ഫ്ലോർ. അല്ലേ? എനിക്ക് ഈ തറയൊന്ന് തുടയ്ക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ തറ തുടയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നതാണ് നമ്മളിതിന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കുകയല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താണ് ആ സെൻറ്റൻസ് നമ്മൾ മനസ്സിലേക്ക് ഓർമ്മിച്ച് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളത് പറഞ്ഞു നോക്കണം. അല്ലേ? ആ ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് അത് പറയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്താണ് ഓരോ സന്ദർഭം വരുമ്പോഴും നമുക്ക് ഫ്ലോ ആയിട്ട് വരും. അപ്പോൾ ഇനി പ്രാക്ടീസ് ടൈമാണ്. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ടൈമാണ്. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാം. അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഒരുപാടാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓവർലോഡാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറയാം, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷും കൂടി പറയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്താണ് ഒപ്പം ഒരുമിച്ച് പറയണം കേട്ടോ. എനിക്ക് വീട് വൃത്തിയാക്കണം. ഐ നീഡ് ടു ക്ലീൻ ദി ഹൗസ്. അല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദി ഹൗസ്. എനിക്ക് വീടൊന്ന് വൃത്തിയാക്കണം എന്നുള്ളത് ഐ നീഡ് ടു ക്ലീൻ ദി ഹൗസ്. എനിക്ക് തറയൊന്ന് അടിച്ചു വരണം. ഐ നീഡ് ടു സ്വീപ് ദ ഫ്ലോർ. എനിക്ക് തറയൊന്ന് അടിച്ചു വരണം എന്നുള്ളതിന് എന്താണ് ഐ നീഡ് ടു സ്വീപ് ദ ഫ്ലോർ എന്നുള്ളത്. ഐ നീഡ് ടു സ്വീപ് ദ ഫ്ലോർ. ഇനി എനിക്ക് തറയൊന്ന് തുടയ്ക്കണം. ഐ നീഡ് ടു മോപ്പ് ദി ഫ്ലോർ. എനിക്ക് തറയൊന്ന് തുടയ്ക്കണം എന്നുള്ളത് ഐ നീഡ് ടു മോപ്പ് ദി ഫ്ലോർ എന്നുള്ളത്. അല്ലേ? ഐ നീഡ് ടു മോപ്പ് ദി ഫ്ലോർ. മേശ ഒന്ന് തുടയ്ക്കൂ. വൈപ്പ് ദ ടേബിൾ പ്ലീസ്. ആ മേശ ഒന്ന് തുടയ്ക്കൂ എന്നുള്ളതിന് വൈപ്പ് ദ ടേബിൾ പ്ലീസ്. ഈ സാധനങ്ങൾ മാറ്റി വയ്ക്കൂ. പുട്ട് ദീസ് തിങ്സ് എവേ. അല്ലേ? ഈ സാധനങ്ങളൊന്ന് മാറ്റി വയ്ക്കൂ എന്നുള്ളത് പുട്ട് ദീസ് തിങ്സ് എവേ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കൂ. പുട്ട് ദീസ് തിങ്സ് എവേ. എനിക്ക് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ്. അല്ലേ? ഈ തുണികളൊക്കെ എനിക്കൊന്ന് മടക്കി വെക്കണം എന്നുള്ളത് ഐ നീഡ് ടു ഫോൾഡ് ദി ക്ലോത്ത്സ്. അല്ലേ? ഈ തുണികളൊക്കെ എനിക്കൊന്ന് മടക്കി വെക്കേണ്ടതുണ്ട്. ഐ നീഡ് ടു ക്ലീൻ ദ വിൻഡോ. ആ ജനലൊന്ന് വൃത്തിയാക്കണം. അല്ലേ? എനിക്ക് ആ ജനലൊന്ന് വൃത്തിയാക്കണം. ഐ നീഡ് ടു ക്ലീൻ ദി വിൻഡോ. എനിക്ക് ജനലൊന്ന് വൃത്തിയാക്കണം. ഐ നീഡ് ടു ക്ലീൻ ദി വിൻഡോ. ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. എങ്ങനെ പറയാം? ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. അല്ലേ? ഇവിടെ ഒരുപാട് പൊടിയുണ്ട് എന്നുള്ളതിന് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ഹിയർ. അല്ലേ? ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ പ്രാക്ടീസ് ടൈമിൽ പറയുന്നുള്ളൂ. കാരണം ഇതിന് ബേസ് ചെയ്തിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണല്ലോ ബാക്കി ഒരുപാട് കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുക, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു കണ്ണാടീൻ്റെ മുന്നിലൊക്കെ ചെന്ന് ഒന്ന് പറഞ്ഞു നോക്കുക. അതുപോലെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും.
ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ക്ലീനിങ് ഇംഗ്ലീഷ് ആണല്ലേ. അപ്പോൾ ക്ലീനിങ് ഇംഗ്ലീഷിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഏതാണെന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.